പാഠം 463. ഒരു പുതിയ സമരമാർഗം. നിന്റെ ഫോൺ. അയ്യോ, അത് നിങ്ങൾ എടുത്തിട്ട് വരാം മോഹനേട്ടാ, ഞാനിവിടെ തിരക്കില്ല. ആരാ? എനിക്കറിയില്ല. ഹലോ, അതെ. ഗുഡ് മോർണിംഗ് മാഡം. സദാനന്ദ് സാർ പറഞ്ഞിരുന്നു. ഉവ്വ്, മാഡത്തിന്റെ നമ്പർ അറിയില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വിളിക്കാതിരുന്നത്. ഞാൻ കൃത്യം 10 മണിക്ക് എത്തും മാഡം. ശരി. ആരെ വിളിച്ചെന്ന് മനസ്സിലായോ മോഹനേട്ടാ? സാക്ഷാൽ അഡ്വക്കേറ്റ് ഓമനക്കുട്ടി. അതാരാണെന്നോ? അഡ്വക്കേറ്റ് ഓമനക്കുട്ടിയെ പറ്റി കേൾക്കാത്ത ആരാ ഈ നാട്ടിലുള്ളത്? ഞാനുണ്ട്. മോഹനേട്ടൻ അല്ലെങ്കിലും കേൾക്കില്ല. അല്ലെങ്കിൽ തന്നെ മോഹനേട്ടൻ ആരെ കുറിച്ചാ കേട്ടിട്ടുള്ളത്? ഡെപ്യൂട്ടി തഹസിൽദാർ, RDO, ജില്ലാ കളക്ടർ, കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. പക്ഷേ നാട്ടിൽ അത്ര ആൾക്കാരല്ല ഉള്ളത്. അഡ്വക്കേറ്റ് ഓമനക്കുട്ടി എന്ന് കേട്ടാൽ വക്കീലന്മാരും പോലീസുകാരും, എന്തിന് മജിസ്ട്രേറ്റുമാര് പോലും വിറയ്ക്കും. വലിച്ച തമാശ പറഞ്ഞുകൊണ്ട് വരല്ലേ മോഹനേട്ട. അഡ്വക്കേറ്റ് ഓമനക്കുട്ടി ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും പേരെടുത്തൊരു വക്കീല. സ്ത്രീകൾക്കെതിരെ എവിടെ അക്രമം ഉണ്ടായാലും അഡ്വക്കേറ്റ് ഓമനക്കുട്ടി അതിൽ ഇടപെട്ടിരിക്കും. സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്നത് കൊണ്ട് അവർ കല്യാണം പോലും കഴിച്ചിട്ടില്ല. നന്നായി. വക്കീലിനെ കല്യാണം കഴിക്കുന്ന ആണുങ്ങളുടെ പാട് അത് അനുഭവിച്ചവർക്കേ മനസ്സിലാവൂ. ഈ വക്കീൽ ഉള്ളത് കൊണ്ട് വില്ലേജ് ഓഫീസർ ജീവിച്ചു പോകുന്നു. വേറെ വല്ല പെണ്ണുങ്ങൾ വരുന്നെങ്കിലേ പണ്ടേ കളഞ്ഞിട്ട് പോയനെ. അത്ര വിശേഷപ്പെട്ട സ്വഭാവമല്ലേ ഈ സാറിന്. അതവിടെ നിൽക്കട്ടെ. ഈ പറഞ്ഞ പെൺവക്കീൽ ഇപ്പൊ നിന്നെ വിളിച്ചതിന്റെ കാര്യം എന്താ? ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ മോഹനേട്ടാ, സദാനന്ദൻ സാറ് മൂത്ത മകളെ കാണാൻ അമേരിക്കയിൽ പോയിരിക്കുക. 2 മാസം കഴിഞ്ഞ് സാറ് വരുള്ളൂ. അതുവരെ ഞങ്ങളുടെ ഓഫീസ് അഡ്വക്കേറ്റ് ഓമനക്കുട്ടി ഏൽപ്പിച്ചിരിക്കുക. ഇന്ന് അഡ്വക്കേറ്റ് ഓമനക്കുട്ടി ചാർജ് എടുക്കും. അടുത്ത 2 മാസം ഞാൻ ജോലി ചെയ്യാൻ പോകുന്നത് അവരുടെ കൂടെയാ. ഞാൻ കോടതി വെച്ച് 1-2 പ്രാവശ്യം വരെ കണ്ടിട്ടുണ്ട്. പക്ഷേ സംസാരിക്കാൻ സാധിച്ചില്ല. അവർക്ക് എപ്പോഴും തിരക്കല്ലേ. കോടതിയിൽ വാദിക്കുന്ന കേട്ടാൽ ആണുങ്ങൾ പോലും തോറ്റുപോകും. അത്രയ്ക്ക് വീറും വാശിയാ. എന്നാലും അവരുടെ കൂടെ ജോലി ചെയ്യാന്നുള്ള എന്റെ മോഹം ഇന്നെന്തായാലും സാധിച്ചു കിട്ടും. ഇനി ചോദിക്കുന്നവരോട് പറയാലോ, ഞാൻ ജോലി ചെയ്യുന്നത് സാക്ഷാൽ ഓമനക്കുട്ടി വക്കീലിന്റെ കൂടെയാണെന്ന്. ഈ പറയുന്ന ഓമനക്കുട്ടി വക്കീലിനെ നീ കണ്ടിട്ടേ ഉള്ളൂ, സംസാരിച്ചിട്ടില്ല. അവരുടെ സ്വഭാവം എന്താണെന്നും അറിയില്ല. പക്ഷേ നാട്ടുകാർ പറയുന്നത് കേട്ട് അവർ വലിയ സംഭവമാണെന്ന് പറയുന്നത് വളരെ വിവരക്കേട. നമ്മൾ ഓരോ ആളുകളെ മനസ്സിലാക്കേണ്ടത് മറ്റുള്ളവർ പറയുന്നത് കേട്ടാവരുത്, നമ്മുടെ സ്വന്തം അനുഭവത്തിൽ നിന്നായിരിക്കണം. മനസ്സിലായോ? അസൂയ അല്ല അത്. ഹലോ. അതെ സാർ, മോഹനകൃഷ്ണൻ. അതെന്ത് ചോദ്യം സാർ? എന്നെ ഒരു കാര്യം ഏൽപ്പിച്ച് ഞാനത് മറക്കുവോ? ഇല്ല, താമസിക്കുന്ന പ്രശ്നമേ ഇല്ല. നാളെ രാവിലെ 11 മണിയാകുമ്പോൾ റിപ്പോർട്ട് മാറ്റി ഞാൻ താലൂക്ക് ഓഫീസിൽ എത്തിയിരിക്കും. ഒരു സംശയം വേണ്ട സാർ. ശരി. കഷ്ടം, ഇത്രയും കാലമായിട്ടും തഹസിൽദാർക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. എന്നെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് കൃത്യമായി നടന്നിരിക്കുന്നതിന് വല്ല സംശയമുണ്ടോ? നാളെ ഏത് റിപ്പോർട്ട് ഏത് ഓഫീസ് കൊടുക്കുന്ന കാര്യമാണ് മോഹനേട്ട പറഞ്ഞത്? മഴക്കെടുതിയിൽ നഷ്ടമുണ്ടായവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നതിനുള്ള റിപ്പോർട്ട്. ഈ ആഴ്ച തന്നെ റിപ്പോർട്ട് എഴുതി തീരുമോ എന്ന് തഹസിൽദാർക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ശനിയാഴ്ച എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ഞാൻ ആ റിപ്പോർട്ട് പൂർത്തിയാക്കിയിരിക്കും. നാളെയാണ് ശനിയാഴ്ച. അപ്പോ നാളെ റിപ്പോർട്ടുമായി താലൂക്ക് ഓഫീസിൽ പോകാനാണ് മോഹനേട്ടന്റെ പരിപാടി. മറ്റന്നാളാണ് സുമലതയുടെ കല്യാണം. സുമലതയോ? എന്താ ഇപ്പൊ സുമലതയെ മറന്നോ? കല്യാണം വിളിക്കാനായി കണ്ണൂരിന്ന് ചെറിയമ്മാവൻ ഇവിടം വരെ വന്നിരുന്നു. അന്ന് മോഹനേട്ടൻ ചെറിയമ്മാവനോട് പറഞ്ഞ വാക്ക് ഓർമ്മയുണ്ടോ? ശനിയാഴ്ച വൈകുന്നേരം നമ്മൾ 2 പേരും കൂടി അവിടെ എത്തിയിരിക്കും എന്ന്.
അത് നാളെയാണോ? എന്താണ് ഇത്ര സംശയം? കല്യാണം വിളിക്കാൻ ഇവിടെ വരെ വരേണ്ട കാര്യമുണ്ടായിരുന്നു. ഒന്ന് ഫോൺ ചെയ്താൽ പോരായിരുന്നു എന്ന് മോഹനേട്ടൻ ചോദിച്ചപ്പോൾ അമ്മാവൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? മോഹനകൃഷ്ണനെ നേരിട്ട് വിളിച്ചില്ലെങ്കിൽ പിന്നെ ആരെയാ നേരിട്ട് വന്ന് വിളിക്കേണ്ടതെന്ന്. മോഹനേട്ടനോട് അത്രയും സ്നേഹവും ബഹുമാനമുള്ള ചെറിയമ്മാവന്റെ ഒറ്റ മോളാണ് സുമലത. അവരുടെ കല്യാണത്തിന് തലേന്നേ ചെല്ലാമെന്ന് വാക്ക് കൊടുത്തിട്ട് അതും മറന്ന് രാവിലെ റിപ്പോർട്ടുമായി താലൂക്ക് ഓഫീസിൽ പോകാനാണോ മോഹനേട്ടന്റെ പരിപാടി? അല്ലാതിപ്പോ ഏത് എപ്പോ? വൈകിട്ട് കണ്ണൂര് ചെല്ലണമെങ്കിൽ പുലർച്ചെ ഇവിടുന്ന് പോണം. ചെറിയമ്മാവനോട് മോഹനേട്ടൻ നേരിട്ട് ഏറ്റ കാര്യമായതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിനെപ്പറ്റി സംസാരിക്കാതിരുന്നത്. പക്ഷേ അന്നേരം ചെറിയമ്മാവനെ സന്തോഷിപ്പിക്കാനായി മോഹനേട്ടൻ അതേറ്റു. ചെറിയമ്മാവൻ പോയി കഴിഞ്ഞപ്പോൾ അതങ്ങ് മറക്കുകയും ചെയ്തു. എങ്ങനെ മറക്കാതിരിക്കും? എന്റെ ചെറിയമ്മാവനല്ലേ, മോഹനേട്ടൻ മറക്കും? മോഹനേട്ടാ, റിപ്പോർട്ടിന്റെ കാര്യം ഒന്നും എനിക്കറിയണ്ട. നമ്മൾ രണ്ടുപേരും രാവിലെ ഇവിടെ നിന്ന് പോയിരിക്കും. എന്നെ തനിയെ കല്യാണത്തിന് വിടാവുന്ന മോഹനേട്ടൻ ഒരു ധാരണയുണ്ടെങ്കിൽ അത് വെറുതെയാ. മോഹനേട്ടൻ വരുന്നില്ലെങ്കിൽ ഞാനും പോവില്ല. അങ്ങനെ നമ്മൾ കല്യാണത്തിന് പോകാതിരിക്കുന്ന ഒരവസ്ഥ വന്നാ വില്ലേജ് ഓഫീസർക്ക് മാത്രമല്ല ആത്മാഭിമാനം ഉള്ളത്. എന്താ ചെയ്യാന്ന് ഞാൻ കാണിച്ചു തരാം. നമസ്കാരം വക്കീലെ. നമ്മളാ ശിവശങ്കരൻ മംഗലാപുരത്ത് നിന്ന് വിളിച്ചിരുന്നു. ആള് നാളെ രാവിലെ സ്ഥലത്തെത്തും. നാളെ വക്കീലൊന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. നാളെ എന്തായാലും കാണാൻ പറ്റില്ല. നാളെ ഇവിടെ കാണില്ല. ഇനി അഥവാ നാളെ ഞാൻ ഇവിടെ കണ്ടാ ഇവിടെ വല്ലതും നടക്കും. പറഞ്ഞത് മനസ്സിലായില്ല. ഉത്തമ, എന്റെ ചെറിയ മാവൻ കണ്ണൂരിലുണ്ട്. അമ്മാവന്റെ ഒരേ ഒരു മോൾ സുമലതയുടെ കല്യാണമാണ് ഞായറാഴ്ച. ചെറിയ മാവൻ കണ്ണൂരിൽ നിന്ന് നേരിട്ട് ഇവിടെ വന്ന് കല്യാണം വിളിച്ചതാണ്. അങ്ങനെയുള്ളപ്പോ കല്യാണത്തിന് പോകാതിരിക്കുന്നത് ശരിയാണോ? അല്ല. ശനിയാഴ്ച വൈകിട്ട് തന്നെ കല്യാണത്തിന് എത്തിക്കോളാമെന്ന് മോഹനകൃഷ്ണൻ സാറ് ചെറിയമാന് വാക്ക് കൊടുത്തതാണ്. നാളെ വൈകിട്ട് കണ്ണൂർ എത്തണമെങ്കിൽ പുലർച്ചെ പുറപ്പെടണ്ടേ? പിന്നെ വേണം. പക്ഷേ മോഹനയുടെ സംഭവം മറന്നുപോയി. തഹസിൽദാർ ചോദിച്ച ഏതോ റിപ്പോർട്ടുമായി നാളെ രാവിലെ താലൂക്ക് ഓഫീസിലേക്ക് ചെന്നോളാന്ന് സാർ ഏറ്റിട്ടിരിക്കുക. ഇത് മര്യാദയാണോ ഉത്തമ? അതിപ്പോ മര്യാദയേ അല്ല. നമസ്കാരം എന്ന് പറയാൻ പറ്റൂല. കാരണം മോഹനേട്ടൻ സാറ് ഒരു വില്ലേജ് ഓഫീസറാണല്ലോ. തഹസിൽദാർ ഒരു ജോലി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ വില്ലേജ് ഓഫീസർക്ക് അത് ചെയ്യാതിരിക്കാൻ പറ്റൂലല്ലോ. ഉത്തമൻ പറഞ്ഞതാണ് ശരി. അയ്യോ, അത് മാത്രമല്ല, തഹസിൽദാർ എന്നെ ഏൽപ്പിച്ചത് നിസ്സാരപ്പെട്ട ഒരു ജോലിയല്ല. കാലവർഷക്കെടുതിയിലുണ്ടായ നഷ്ടങ്ങൾ അന്വേഷിച്ച് വിലയിരുത്തി റിപ്പോർട്ട് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് തിങ്കളാഴ്ച ആണെങ്കിലും കൊടുത്തൂടെ? പക്ഷെ സുമലതയുടെ കല്യാണം മാറ്റിവെക്കാൻ പറ്റുന്നതാണോ? കാലവർഷക്കെടുതിയിൽ നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും ഉണ്ടായ നഷ്ടങ്ങളെ പറ്റി നിനക്കറിയാലോ. ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു, പലർക്കും പരിക്കേറ്റു, വീടുകളിലെ കൃഷി നശിച്ചു. അങ്ങനെ സകലവിധ കഷ്ടപ്പാടുകളും അനുഭവിക്കുന്ന മനുഷ്യർക്ക് സഹായം എത്തിക്കുക എന്നുള്ളത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. സർക്കാരിനെ ആ കാര്യത്തിൽ സഹായിക്കുക എന്നുള്ളതാണ് ഒരു വില്ലേജ് ഓഫീസർ എന്ന നിലയിൽ എന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം. അല്ലാതെ കല്യാണം വീട്ടിൽ പോയി കളിച്ചിരിച്ചിരിക്കുകയല്ല. ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഉത്തമ? പിന്നെ വളരെ ശരിയാണ്. മോഹനേട്ടൻ ഒരു വില്ലേജ് ഓഫീസർ മാത്രമല്ല, ഒരു ഭർത്താവും കൂടിയാ, കുടുംബജീവിയാ. ഭാര്യയുടെ അമ്മാവന്റെ മകളുടെ കല്യാണത്തിന് പോവുക എന്നത് മോഹനേട്ടന്റെ ഉത്തരവാദിത്തം അല്ലേ? അല്ല, ഈ പറഞ്ഞു വരുമ്പോഴും അത് ശരിയാണ് സാറേ. കുടുംബകാര്യമാണോ നാട്ടുകാര്യമാണോ വലുതെന്ന് ചോദിച്ചാൽ നാട്ടുകാര്യമാണെന്നേ ഞാൻ പറയും. കാരണം ഞാൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. സ്വന്തം കുടുംബകാര്യം ശരിക്കും നോക്കാൻ പറ്റാത്തവര് എങ്ങനെ നാട്ടുകാരെ നോക്കുമെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. കുടുംബത്തെ ഏത് കാര്യമാണ് ഞാൻ നോക്കാത്തത്? കുടുംബത്തിലെ ഏത് കാര്യമാണ് മോഹനേട്ടൻ നോക്കിയിട്ടുള്ളത്? ഉത്തമ, ഇങ്ങനൊരു പ്രശ്നം ഉത്തമൻ എന്ത് ചെയ്യും? കല്യാണത്തിന് പോവോ താലൂക്ക് ഓഫീസിൽ പോവോ? അല്ല സാറേ, അത് പിന്നെ ഈ ഉത്തമന് സ്വന്തം ഭാര്യയെക്കാട്ടിലും വലുതാണോ ഓഫീസർ? പറയൂ. അല്ല, അതിപ്പോ എനിക്കിപ്പോ ഭാര്യയും ഇല്ല, ഞാനൊരു വില്ലേജ് ഓഫീസറും അല്ല. അതുകൊണ്ട് ഈ വിഷയത്തിലൊരു വ്യക്തമായ അഭിപ്രായം പറയാൻ എനിക്ക് പറ്റൂല. പിന്നെ നിങ്ങളോടുള്ള സ്നേഹവും ബഹുമാനവും കൊണ്ട് ഇതിലൊന്ന് ഇടപെടാമെന്ന് കരുതിയാൽ തന്നെ സംഗതി അവസാനം എന്താവുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പറഞ്ഞു വരുമ്പോ ഞാൻ വില്ലേജ് ഓഫീസറും അല്ല, വക്കീലും അല്ല. പക്ഷേ എനിക്ക് 10 പൈസയുടെ ഉപയോഗമില്ലാത്ത ഈ പ്രശ്നത്തിൽ ഇടപെട്ട് എന്റെ തടികേടാതിരിക്കാനുള്ള സാമാന്യ ബുദ്ധി എനിക്കുണ്ട്. ശിവശങ്കറിനോട് വക്കീലെ ശിവശങ്കറിനോട് തിങ്കളാഴ്ച ഓഫീസ് വരാൻ പറയാം. ഞാൻ പോകുന്നേ സാറേ, ഞാൻ പോകുന്നേ. മോഹനേട്ടൻ എന്ത് തീരുമാനിച്ചു?
കല്യാണത്തിന് പോക്ക് മാറ്റിവെക്കുന്നോ റിപ്പോർട്ട് കൊടുക്കൽ മാറ്റിവെക്കുന്നോ? മറ്റെന്ത് മാറ്റിവെച്ചാലും മോഹനകൃഷ്ണൻ ഉത്തരവാദിത്തങ്ങൾ മാറ്റിവെക്കില്ല. തഹസിൽദാർ ചോദിച്ച റിപ്പോർട്ട് കൊടുക്കാതെ വേറെ ഒന്നിനും ഞാനില്ല. ഉറപ്പാണോ? ഉറപ്പ്. ശരി, ആയിക്കോട്ടെ. ഹലോ, അഡ്വക്കേറ്റ് മേലാറ്റൂർ ഓമനക്കുട്ടി. അതെ, ഇന്ന് മുതൽ ഞാൻ അഡ്വക്കേറ്റ് സദാനന്ദന്റെ ഓഫീസിലാണ്. 2 മാസത്തേക്ക്, അത്രേ ഉള്ളൂ. അല്ലെങ്കിലും നമുക്ക് ഇതുപോലുള്ള ഓഫീസൊന്നും ശരിയാവില്ലെന്നറിയാലോ. പിന്നെ അഡ്വക്കേറ്റ് സദാനന്ദൻ ഒരു ആവശ്യം പറഞ്ഞപ്പോ പഴയ പരിചയം വെച്ച് സമ്മതിച്ചു, അത്ര തന്നെ. കൊള്ളാം, അതൊക്കെ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ? കേസ് വാദിച്ച് കാശുണ്ടാക്കല് മാത്രല്ലോ വക്കീലന്മാരുടെ ജോലി. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. നാട്ടിലെ സ്ത്രീകൾ ഇത്ര ക്രൂരമായിട്ട് ചൂഷണം ചെയ്യപ്പെടുമ്പോ നമുക്ക് കൈയും കെട്ടി നോക്കിയിരിക്കാൻ പറ്റുമോ? സ്ത്രീകൾക്ക് നേരെ എവിടെ ഒരു അക്രമം ഉണ്ടായാലും അവിടെ അഡ്വക്കേറ്റ് ഓമനക്കുട്ടി ഓടിയെത്തിയിരിക്കും. ശരി ശരി, സമയമുണ്ടെങ്കിൽ ഇങ്ങോട്ടൊന്ന് ഇറങ്ങ്. ഇന്ന് ഓഫീസിൽ വന്നതല്ലേ ഉള്ളൂ, ഞാൻ അല്പം തിരക്കില്ല. ഓക്കെ. സത്യഭാമ ലേറ്റ് ആണ്. ഒരു 5 മിനിറ്റ്. വീട്ടിലെ ജോലികളൊക്കെ തീർത്തിറങ്ങിയപ്പോ കുറച്ച് വൈകി. സോറി മാഡം. സത്യഭാമയെ പറ്റി ഞാൻ അന്വേഷിച്ചു. ഭർത്താവ് വില്ലേജ് ഓഫീസറാണല്ലേ? അതെ, കെ മോഹനകൃഷ്ണൻ. ആള് വലിയ സത്യസന്ധനും മിടുക്കനൊക്കെ ആണെന്ന് ഞാൻ കേട്ടു. പക്ഷേ വീട്ടിലെ കാര്യം അങ്ങനെയല്ല, എല്ലാ ആണുങ്ങളെയും പോലെ തന്നെ. അയ്യോ, അങ്ങനെയൊന്നുമില്ല മാഡം. സത്യഭാമ കള്ളം പറയണ്ട. നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങൾക്കൊരു സ്വഭാവമുണ്ട്. ഭർത്താവ് എത്ര മുരടനാണെങ്കിലും മറ്റുള്ളവരോട് അയാളെ പറ്റി നല്ലതേ പറയൂ. സത്യഭാമയെ അങ്ങനെ തന്നെ. ഇങ്ങനെ അനാവശ്യമായി ഭർത്താവിന് പുകഴ്ത്തി സംസാരിക്കുന്ന ഭാര്യമാർ അയാളുടെ അഹങ്കാരത്തിന് വളം വെച്ച് കൊടുക്കാന്നുള്ളതാണ് സത്യം. തെറ്റ് ഭർത്താവിന്റെ ഭാഗത്ത് നിന്നായാലും അത് തെറ്റാണെന്ന് പറയാൻ പഠിക്കണം. ഞാനെന്താ കല്യാണം കഴിക്കാത്തതെന്ന് സത്യഭാമയ്ക്ക് അറിയാമോ? ഇല്ല. ഒരു സ്ത്രീയുടെ സ്വാതന്ത്ര്യം എല്ലാ കാലത്തേക്കും നിഷേധിക്കാൻ വേണ്ടിയാണ് കല്യാണം എന്ന ഏർപ്പാട് ഉണ്ടായത് തന്നെ. ഏതെങ്കിലും ഒരു പുരുഷന്റെ തോന്നിവാസങ്ങൾക്ക് വഴങ്ങിക്കൊടുത്ത് തീർക്കാനുള്ളതല്ല ഓമനക്കുട്ടിയുടെ ജീവിതം. മോഹനേട്ടൻ അങ്ങനെ മുരടനൊന്നുമല്ല. ചില ചിട്ടകളും വാശികളൊക്കെ ഉണ്ട്, അത്രേ ഉള്ളൂ. ഞാനതങ്ങ് വഴങ്ങിക്കൊടുക്കും. സത്യഭാമയുടെ ചിട്ടകൾക്കും വാശികൾക്കും മോഹനകൃഷ്ണൻ വഴങ്ങി തരാറുണ്ടോ? ഉണ്ടാവില്ല. സത്യഭാമ നെഞ്ചിൽ കൈവച്ചൊന്ന് പറഞ്ഞേ. സത്യത്തിൽ നിങ്ങളുടെ വീട്ടിൽ മോഹനകൃഷ്ണന്റെ ഇഷ്ടങ്ങൾ മാത്രമല്ലേ നടക്കാറുള്ളൂ? എന്താ ഒന്നും പറയാത്തത്? നാളെ എന്റെ ചെറിയമ്മാവന്റെ മോടെ കല്യാണത്തിന് പോകാനിരുന്നതാ. പക്ഷെ മോഹനേട്ടന്റെ ജോലി തിരക്കാരണം അത് നടക്കില്ല. അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്, അത്രേ ഉള്ളൂ. അതെങ്ങനെ ചെറിയ പ്രശ്നമാവും? സത്യഭാമേ, ഇതൊക്കെ ചെറിയ പ്രശ്നങ്ങളാണെന്ന് കണ്ട് കണ്ണടച്ച് കളയുന്നതാണ് വലിയ പ്രശ്നം. സത്യഭാമയ്ക്ക് ചുണയുണ്ടെങ്കിൽ നാളെ മോഹനകൃഷ്ണനെയും കൊണ്ട് ആ കല്യാണത്തിന് പോണം. പക്ഷെ മോഹനേട്ടൻ വരില്ല മാഡം. മോഹനേട്ടൻ ജോലി എന്ന് പറഞ്ഞാൽ അത്ര വലുതാ. ജോലി വലുതായിക്കോട്ടെ, പക്ഷെ അതിനേക്കാൾ വലുതാണ് ഭാര്യ. അല്ലെങ്കിൽ അത് എന്ത് ജീവിതമാ? നിങ്ങളുടെ വീട്ടിൽ സകല ജോലികളും ചെയ്യുന്നത് സത്യഭാമയല്ലേ? എന്നിട്ടും സത്യഭാമയുടെ ഒരു ആഗ്രഹം മോഹനകൃഷ്ണൻ സാധിച്ചു തരുന്നില്ല. ചുരുക്കത്തിൽ സത്യഭാമ ആ വീട്ടിലെ ഒരു വേലക്കാരിയാണ്. അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ ഭർത്താവിന്റെ ഇഷ്ടങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുകയല്ല വേണ്ടത്, അയാളെ പറഞ്ഞു തിരുത്തണം. ഇല്ലെങ്കിൽ സത്യഭാമ ഈ ജന്മം മുഴുവനും അടിമയായിട്ട് കഴിയേണ്ടി വരും. വൈകിട്ട് മോഹനകൃഷ്ണൻ വരുമ്പോ ചായ ഉണ്ടാക്കി കൊടുക്കാറുണ്ടോ സത്യഭാമ? ഒരൊറ്റ ദിവസം ആ ചായ ഉണ്ടാക്കി കൊടുക്കാതിരുന്നു നോക്ക്, മോഹനകൃഷ്ണന്റെ താളം തെറ്റുന്ന കാണാം.
സത്യത്തിൽ നമ്മൾ പെണ്ണുങ്ങൾ ഇങ്ങനെ താളത്തിനൊത്ത് തുള്ളി കൊടുക്കുന്നോണ്ട് മാത്രമാണ് ഈ ആണുങ്ങൾ ഇങ്ങനെ മിടുക്കന്മാരായിട്ട് നടക്കുന്നത്. ഭാമേ, ഭാമേ, ചായ എവിടെ? ഒരു ചായ ഉണ്ടാക്കിയിരുന്നുള്ളൂ, അത് ഞാൻ കുടിച്ചു. മനസ്സിലായില്ല. ഇന്നു മുതൽ ഇങ്ങനെയാണ്. എന്നെ ബഹുമാനിക്കുകയും എന്റെ ആവശ്യങ്ങൾ പരിഗണിക്കുകയും ചെയ്യാത്ത ഒരാളെ തിരിച്ചു ബഹുമാനിക്കുകയും പരിഗണിക്കുകയും ചെയ്യേണ്ട കാര്യം എനിക്കില്ല. ഭാമേ, ഒച്ച വെക്കണ്ട മോഹനേട്ടാ. മോഹനേട്ടൻ എന്നെക്കാട്ടിലും വലിയ തഹസിൽദാരാണല്ലോ. അതുകൊണ്ട് പോയി തഹസിൽദാരോട് ചായ ഉണ്ടാക്കി തരാൻ പറഞ്ഞാൽ മതി. ഭാമേ, വെറുതെ വഴക്കിന് നിൽക്കണ്ട. വെറുതെ അല്ലല്ലോ മോഹനേട്ടാ. ഇനി മുതൽ വൈകിട്ട് വരുമ്പോ കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ നിന്ന് ചായ കുടിച്ചിട്ട് വന്നാ മതി. ആ, രാത്രി കഴിക്കാനുള്ളതും കൂടി പൊതിഞ്ഞു വാങ്ങിക്കൊള്ളണം. കാരണം അത്താഴം എനിക്ക് മാത്രമേ ഉണ്ടാകൂ. ചായ കിട്ടാതെ വരുമ്പോ ചെലപ്പോ മോനകൃഷ്ണൻ പിടിച്ചു നിൽക്കുമായിരിക്കും. പിന്നെ അങ്ങോട്ട് സമ്പൂർണ്ണ നിസ്സഹരണമായിരിക്കും. അടുക്കളയിൽ കയറരുത്, തുണി അലക്കരുത്, തേക്കരുത്, വീടും മുറ്റവും വൃത്തിയാക്കരുത്, ഒന്നും ചെയ്യരുത്. ഒരു ശരാശരിയാണ് മര്യാദ പഠിക്കാൻ ഇതൊക്കെ മതി. ഇത്രയൊക്കെ ചെയ്തിട്ട് ഭർത്താവ് സ്വന്തം വരുതിക്ക് വരുന്നില്ല എങ്കിൽ അവസാന തടവും പ്രയോഗിക്കുക. രാത്രി ഉറക്കവും ഒറ്റയ്ക്കാക്കുക. ഒരു ഭാര്യ എന്ന നിലയിലുള്ള അന്തസ്സും പരിഗണനയും കിട്ടിയിട്ട് മാത്രമേ ഒരുമിച്ച് ഉറങ്ങുകയുള്ളൂ എന്ന് തീർത്ത് പറയാ. മോഹനകൃഷ്ണനല്ല, അതിനേക്കാൾ വലിയ യോഗ്യന്മാര് മൂക്കുകുത്തും. ഭാമേ, വന്നല്ലോ ഓഫീസർ, ശരിയാക്കി തരാം. ഭാമേ, ഭാമേ. ആ, എങ്ങനെയുണ്ടായിരുന്നു പുതിയ വക്കീല്? കൊള്ളാമോ? മോഹനൻ രാവിലെ പറഞ്ഞതുപോലെ ഒരാളെ പറ്റി മറ്റുള്ളവർ പറയുന്നത് കേട്ടല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ നേരിട്ടുള്ള അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കണം. ഓമനക്കുട്ടി മാഡത്തെ എനിക്ക് മനസ്സിലായി. ചായ എടുത്തില്ലേ? ഇല്ല. നന്നായി. ഞാൻ വരുന്ന വഴി കൃഷ്ണൻകുട്ടിയുടെ ചായ കടയിൽ ചായ കുടിച്ചു. വെറുതെ എന്തിനാ ഒരുപാട് ചായ കുടിക്കുന്നത്? അല്ല, ഞാൻ മനസ്സിൽ കണ്ടപ്പോ വില്ലേജ് ഓഫീസർ മാനത്ത് കണ്ടു. പക്ഷെ ഇതുകൊണ്ടൊന്നും ആയില്ലല്ലോ. ചായ കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ നിന്ന് കഴിച്ചു കാണും. പക്ഷെ അത്താഴത്തിന് എന്ത് ചെയ്യും? ഇല്ല, ഇന്ന് അത്താഴമില്ല. നാളെ രാവിലെ ചായയും ഇല്ല, ഭക്ഷണവും ഇല്ല. ഷർട്ടും മുണ്ടും തേച്ചും തരില്ല. ഉച്ചയ്ക്ക് കൊണ്ടുപോകാൻ ഊണും ഉണ്ടാവില്ല. അത് മാത്രമല്ല, ഇന്നു മുതൽ രാത്രി കിടപ്പ് 2 മുറിയിലായിരിക്കും. കാര്യം എന്താന്ന് മോഹനേട്ടൻ അറിയില്ല. നാളെ രാവിലെ കണ്ണൂർക്ക് പോകാമെന്ന് നേരത്തെ പറഞ്ഞ മോഹനേട്ടൻ അത് മറന്ന് തഹസിൽദാരുടെ വാക്ക് കേട്ട് കല്യാണത്തിന് പോകണ്ട എന്ന് വെച്ചു. എന്തായാലും ചെറിയ മാവന്റെ മുന്നിൽ എന്റെ മാനം പോയി. അങ്ങനെയുള്ളപ്പോ മോഹനേട്ടന്റെ കാര്യങ്ങൾ മാത്രം നടക്കുന്നത് ശരിയല്ലല്ലോ. സ്ത്രീ പുരുഷ സമത്വം എന്ന് മോഹനേട്ടൻ കേട്ടിട്ടുണ്ടോ? എന്തത്? നാളെ രാവിലെ കണ്ണൂർക്ക് പോകാനുള്ള ട്രെയിൻ ടിക്കറ്റ്. ബസ്സിൽ പോകുന്ന ആദ്യം കരുതിയത്. അപ്പോ ശിശുപാലൻ പറഞ്ഞു ബസ്സിൽ കയറുന്നത് ഭയങ്കര തിരക്കായിരിക്കും, ട്രെയിനിൽ പോകുന്നതാണ് നല്ലതെന്ന്. അപ്പോ താലൂക്ക് ഓഫീസിൽ പോകുന്ന വഴി ഒരു ഏജൻസിയിൽ കയറി ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു. താലൂക്ക് ഓഫീസിൽ പോയോ? നാളെ പോകുന്നല്ലേ പറഞ്ഞത്? അങ്ങനെ കരുതിയത്. പക്ഷേ നീ രാവിലെ പറഞ്ഞപ്പോഴാണ് കല്യാണത്തിന്റെ കാര്യം ഞാൻ ഓർത്തത്. പിന്നെ ഓഫീസിൽ പോയിരുന്ന് ഉച്ചയായപ്പോഴേക്കും റിപ്പോർട്ട് എഴുതി തീർത്തു. ശനിയാഴ്ചക്ക് മുമ്പേ റിപ്പോർട്ട് കൊടുക്കാമെന്ന് ഞാൻ തഹസിൽദാർക്ക് വാക്ക് കൊടുത്തായിരുന്നു. വെള്ളിയാഴ്ച തന്നെ കൊടുത്തപ്പോ പുള്ളിക്കാരന് സന്തോഷമായി. എന്തെങ്കിലും നോക്കുന്നത്?
അപ്പൊ ശരിക്കും നമ്മൾ കല്യാണത്തിന് പോകുന്നുണ്ടോ? എന്താ സംശയം? തഹസിൽദാരോട് കാര്യം പറഞ്ഞ് നാളത്തേക്ക് ലീവ് എടുത്ത് ഞാൻ പോന്നേക്കുന്നേ. താലൂക്ക് ഓഫീസിൽ ഇറങ്ങിയപ്പോ താമസിച്ചു. അതുകൊണ്ട് കൃഷ്ണൻകുട്ടിയുടെ ചായക്കട കയറി ഒരു ചായയും കുടിച്ചു. ആരാണ് നോക്ക്. ഹലോ. ഭാമേ, ഞാനാ ഓമനക്കുട്ടി. ആ, എന്താ മാഡം? എന്തായിന്നറിയാൻ വിളിച്ചതാ ഞാൻ. ഞാൻ പറഞ്ഞതുപോലെയൊക്കെ ചെയ്തോ? അത് അങ്ങനെ ചെയ്തോന്ന് ചോദിച്ചാൽ ചായ ഉണ്ടാക്കില്ല. ആഹാ, നന്നായി. ഇതൊരു തുടക്കമായിരിക്കണം. ഇനിയെങ്കിലും നമ്മൾ പെണ്ണുങ്ങൾ ആത്മാഭിമാനത്തോടെ കഴിയണ്ടേ? ആ, അത് വേണം മാഡം. വിശേഷങ്ങളൊക്കെ നാളെ രാവിലെ വരുമ്പോ പറയണം. അല്ല മാഡം, നാളെ വരാൻ പറ്റില്ല. നാളെ ഞാനും മോഹനേട്ടനോട് കല്യാണത്തിന് പോവാ കണ്ണൂര്. മോഹനേട്ടൻ ട്രെയിൻ ടിക്കറ്റുമായിട്ടാ വന്നത്. അപ്പോ ശരി മാഡം, തിങ്കളാഴ്ച രാവിലെ കാണേ. ആരായിരുന്നു? ഓമനക്കുട്ടി മാഡം. ചുമ്മാ വിശേഷങ്ങളെ ചോദിക്കാൻ വിളിച്ചതാ. പിന്നെ മോഹനേട്ടൻ രാവിലെ പറഞ്ഞതാ ശരി. നമ്മൾ മറ്റുള്ളവർ പറയുന്ന കേട്ട് ഒരാളെ വിലയിരുത്തരുത്. നമ്മുടെ സ്വന്തം അനുഭവത്തിൽ നിന്ന് വേണം മറ്റുള്ളവരെ മനസ്സിലാക്കാൻ. ആ, ഇത് നീ പൊന്നിട്ടോടെയല്ലോ പറയുന്നത്. അങ്ങനെയല്ല. രാവിലെ റിപ്പോർട്ട് കൊടുക്കൽ മാറ്റിവെക്കുന്നോ കല്യാണത്തിന് പോകൽ മാറ്റിവെക്കുന്നോ എന്ന് ഞാൻ ചോദിച്ചപ്പോ മോഹനേട്ടൻ എന്താണ് പറഞ്ഞത്? മോഹനകൃഷ്ണൻ ഒരിക്കലും ഉത്തരവാദിത്തങ്ങൾ മാറ്റിവെക്കില്ല എന്ന്. അതെ, റിപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് വില്ലേജ് ഓഫീസർ എന്ന നിലയിലുള്ള ഉത്തരവാദിത്തം. കല്യാണത്തിന് പോവുക എന്നുള്ളത് ഭർത്താവ് എന്ന നിലയിലുള്ള ഉത്തരവാദിത്തം. രണ്ടും മാറ്റാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് റിപ്പോർട്ട് ഇന്ന് കൊടുത്ത് നാളെ നമ്മൾ കല്യാണത്തിന് പോകുന്നു. മോഹനേട്ടൻ ഒരു സംഭവം തന്നെയാ. അതെനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. നേരത്തെ എനിക്ക് മനസ്സിലായതായിരുന്നു, പക്ഷേ ഇടയ്ക്ക് മറന്നുപോയി. നിസ്സഹകരണവും നിയമലംഘനവും ഒക്കെ സമരമാർഗമായി ഉപയോഗിക്കാറുള്ള നാടാണ് നമ്മുടേത്. പക്ഷേ സമരത്തിന് ഗംഭീരമായി തയ്യാറെടുത്തു വരുമ്പോൾ സമരത്തിനായി പറഞ്ഞ കാരണം ഇല്ലാതായി പോയാൽ എന്ത് ചെയ്യും? ഈ ഉത്തരവാദിത്തമുള്ള ഭർത്താവിനോട് കളിക്കുമ്പോൾ സൂക്ഷിച്ചു വേണം എന്ന് മാത്രം സത്യഭാമയെ ഉപദേശിച്ച് ഇന്നത്തേക്ക് വിടാം.